ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന ബിജെപി നേതാക്കളും എൻഡിഎ സഖ്യകക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ യോഗം കൈക്കൊള്ളും. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ തുടർച്ചയായി 8ാം തവണയും മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.5% തുടരും. കർണാടക ബിജെപി നൽകിയ മാനനഷ്ട കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. സംസ്ഥാന സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പുറത്തിറക്കും. സുരക്ഷിത ഭക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. വാർത്തകൾ വിശദമായി. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ബിജെപി അധ്യക്ഷൻ ജെ.പി. നഡ്ഡ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, അനുരാഗ് സിംഗ് ഠാക്കൂർ, ടിഡിപി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു, ജെഡിയു അധ്യക്ഷൻ നിതീഷ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചിരാഗ് പാസ്വാൻ, അജിത് പവാർ, ജയന്ത് ചൌധരി, പവൻ കല്യാൺ, അനുപ്രിയ പട്ടേൽ, എച്ച്.ഡി. കുമാരസ്വാമി തുടങ്ങിയ നേതാക്കളും വിവിധ ഘടകകക്ഷികളെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കുമെന്ന സൂചനകൾക്കിടയിലാണ് യോഗം. പുതിയ സർക്കാരിലെ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച നിർണായക ചർച്ചകളും യോഗത്തിൽ നടക്കും. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട എൻഡിഎ എംപിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബിജെപി, ടിഡിപി, ജെഡിയു, എൽജെപി-ആർ, ശിവസേന ഷിൻഡെ പക്ഷം, ജെഡിഎസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മറ്റ് എൻഡിഎ സഖ്യകക്ഷികളിൽ നിന്നുമുള്ള നിയുക്ത എംപിമാർ യോഗത്തിൽ പങ്കെടുക്കാനെത്തി. ഇതിനു മുന്നോടിയായി ജെഡിയു എംപിമാർ ഇന്ന് പ്രത്യേക പാർലമെന്ററി യോഗം ചേർന്നിരുന്നു. ലാലൻ സിംഗ്, സഞ്ജയ് കുമാർ, അജയ് കുമാർ മണ്ഡൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നു. ലോക് ജനശക്തി പാർട്ടിയും ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. എൽജെപി-ആർ പാർലമെന്ററി നേതാവായി പാർട്ടി അധ്യക്ഷൻ ചിരാഗ് പാസ്വാനെ യോഗം തിരഞ്ഞെടുത്തു. അതിനിടെ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എൻഡിഎ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തം ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡയ്ക്കും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിനും നൽകി. ഇന്നലെ മുതിർന്ന ബിജെപി നേതാക്കളുമായും കേന്ദ്രമന്ത്രിമാരുമായും ശ്രീ നഡ്ഡ ന്യൂഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു. ഒഡീഷ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനുള്ള ചർച്ചകൾ സജീവമാക്കി ബിജെപി. മുൻ കേന്ദ്രമന്ത്രി ജുവൽ ഓറം, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് വൈജയന്ത് പാണ്ഡ, ജമ്മുകശ്മീർ മുൻ ലഫ്റ്റനന്റ് ഗവർണർ ഗിരീഷ് ചന്ദ്ര മുർമു തുടങ്ങിയ നേതാക്കളുടെ പേരുകൾ പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. അന്തിമ തീരുമാനത്തിനായി സംസ്ഥാനത്തെ മുതിർന്ന ബിജെപി നേതാക്കൾ ഡൽഹിയിൽ തുടരുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 147ൽ 78 സീറ്റുകൾ നേടിയാണ് ഒഡീഷയിൽ ബിജെപി അധികാരമുറപ്പിച്ചത്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ തുടർച്ചയായി 8ാം തവണയും മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 6.5% നിലനിർത്താൻ ആർബിഐയുടെ ധന അവലോകന സമിതി യോഗം തീരുമാനിച്ചു. എസ്ഡിഎഫ് നിരക്ക് 6.25% തുടരും. രാജ്യത്തെ പണപ്പെരുപ്പ നിരക്കും വളർച്ചാ നിരക്കും തമ്മിലുള്ള അനുപാതം അനുകൂലമായ രീതിയിലേക്ക് മാറിയതായും യോഗ തീരുമാനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ആർബിഐ ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. പണപ്പെരുപ്പ നിരക്ക് 4%ലേക്ക് ചുരുക്കി നിർത്തുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഈ സാമ്പത്തിക വർഷത്തിൽ 7ൽ നിന്ന് 7.2% ഉയരുമെന്നാണ് ആർബിഐ പ്രതീക്ഷിക്കുന്നത്. കർണാടക ബിജെപി നൽകിയ മാനനഷ്ട കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. ബംഗളൂരു കോടതിയിൽ രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ നേരിട്ട് ഹാജരായിരുന്നു. കേസ് ഈ മാസം 30ന് വീണ്ടും പരിഗണിക്കും. 2023ലെ കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബിജെപിക്കെതിരായ തെറ്റായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് കേസിലെ ആരോപണം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ എന്നിവരെയും കേസിൽ കക്ഷി ചേർത്തിരുന്നു. ഇരുവർക്കും ജൂൺ 1ന് കോടതി ജാമ്യം അനുവദിച്ചു. കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിദ്യാഭ്യാസ മേഖലയിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ പരിശ്രമിച്ചിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്യുഎസ് ലോക സർവകലാശാല റാങ്കിങ്ങിൽ G20 രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ സർവകലാശാലകൾ മികച്ച പ്രകടനം കാഴ്ചവച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. 2015ൽ 11 ഇന്ത്യൻ സർവകലാശാലകളാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. എന്നാൽ 2025ലെ പതിപ്പ് പുറത്തുവരുമ്പോൾ 46 സർവകലാശാലകൾ ഇതിൽ ഇടം നേടി. ഈ നേട്ടം കൈവരിക്കാൻ സഹായിച്ച വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങി എല്ലാവരുടെയും പ്രയത്നത്തെ അഭിനന്ദിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു.
സംസ്ഥാന സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രകാശനം ചെയ്യും. വൈകിട്ട് 4-ന് സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി വി വേണു റിപ്പോർട്ട് ഏറ്റുവാങ്ങും. സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഓരോ വകുപ്പിലും നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ വിശദാംശങ്ങളും എത്ര ശതമാനം പൂർത്തീകരിച്ചു എന്നതും ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റവന്യൂ മന്ത്രി കെ രാജൻ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. എൻഡിഎ സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ലോക നേതാക്കളുടെ ആശംസകൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ നേർന്ന യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായി സംസാരിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിൻയൻകോളിനും ശ്രീ മോദി നന്ദി അറിയിച്ചു. തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വ്യാജ അഭിപ്രായ സർവേയിലൂടെ ഓഹരി വിപണികളിൽ അഴിമതി നടത്തിയെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം നിഷേധിച്ച് ബിജെപി. തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ദിനത്തിൽ പോലും ജനങ്ങൾക്ക് ഓഹരി വിപണിയിലൂടെ നേട്ടമുണ്ടായതായി മുതിർന്ന ബിജെപി നേതാവ് പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ പ്രതികരിച്ചു. ഈ മാസം 4-ൽ രാജ്യത്തുണ്ടായ ഓഹരി വിപണി തകർച്ചയിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന് ശ്രീ രാഹുൽ ഗാന്ധി ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൽ ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്നലെ പുറത്തിറങ്ങി. എംപിമാരായ ബിനോയ് വിശ്വം, എളമരം കരീം, ജോസ് കെ മാണി എന്നിവരുടെ കാലാവധി അടുത്ത മാസം 1-ന് അവസാനിക്കാനിരിക്കെയാണ് വിജ്ഞാപനം പുറത്തുവന്നത്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു രാജ്യസഭാ സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനവും പുറപ്പെടുവിച്ചു. എൻസിപി നേതാവ് പ്രഫുൽ പട്ടേലിന്റെ രാജിയെ തുടർന്നാണ് വിജ്ഞാപനം. ഈ മാസം 13 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 25-നാണ് വോട്ടെടുപ്പ്. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതമല്ലാത്ത ഭക്ഷണങ്ങളിലൂടെ പകരുന്ന രോഗങ്ങളെ തടയാനും അതേക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്താനും ലക്ഷ്യമിട്ടാണ് ലോകാരോഗ്യ സംഘടന 2018 മുതൽ എല്ലാ വർഷവും ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. വിശപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും ദയനീയ മുഖം ലോകത്തിനു മുൻപിൽ കൊണ്ടുവരിക, ഭക്ഷ്യപ്രതിസന്ധിക്കെതിരായ പോരാട്ടത്തിൽ രാജ്യാന്തര സഹകരണം ഉറപ്പുവരുത്തുക, അന്തർദേശീയ തലത്തിൽ കാർഷിക വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുക എന്നിവയും ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളാണ്. ഭക്ഷ്യസുരക്ഷയിലൂടെ ക്ഷേമവും സുസ്ഥിര വികസനവും ഉറപ്പാക്കാനും ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഗവി, അടവി, ആനക്കൂട് ടൂറിസം കേന്ദ്രങ്ങളെ പരസ്പരം കോർത്തിണക്കിക്കൊണ്ടുള്ള വിശദമായ പദ്ധതി നടപ്പാക്കാൻ ഇക്കോ ടൂറിസം വികസന സമിതി യോഗത്തിൽ തീരുമാനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. കോന്നി ആനത്താവളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സന്ധ്യാനേരങ്ങളിൽ കൂടുതൽ സമയം അനുവദിക്കാൻ നിലവിൽ വൈകിട്ട് 5 വരെ ഉണ്ടായിരുന്ന പ്രവേശന സമയം 7 വരെയായി ദീർഘിപ്പിച്ചു. ആനക്കൂട്ടിൽ കൊച്ചയ്യപ്പൻ എന്ന കുട്ടിക്കൊമ്പൻ മുതൽ 2 കൊമ്പനാനകളും 3 പിടിയാനകളുമായി 5 ആനകളാണ് ആകെയുള്ളത്. കോന്നി ആനത്താവളത്തിലെ ആനകൾക്കും പാപ്പാന്മാർക്കും പരിശീലനം നൽകി 2 മാസത്തിനകം ആനസവാരി പുനരാരംഭിക്കും. മാത്രമല്ല, കോന്നിയിൽ നിന്നും ജംഗിൾ സഫാരിക്കായി ട്രക്കിംഗ് ആരംഭിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. നിലവിൽ 3 ഹട്ടുകളുള്ള അടവിയിലെ ബാംബു ഹട്ടുകൾ കൂടുതൽ എണ്ണം നിർമ്മിക്കും. അടവിയിൽ ആന പുനരധിവാസ കേന്ദ്രം തയ്യാറാക്കും. ഗവിയിലേക്ക് പോകുന്ന സഞ്ചാരികൾക്കായി കക്കിയിലെ പഴയ ഫോറസ്റ്റ് ഓഫീസ് കെട്ടിടം നവീകരിച്ച് റെസ്റ്റോറന്റ്, സ്ത്രീ സൌഹൃദ ടോയ്ലറ്റുകൾ എന്നിവയുടെ പണികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകും. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യയ്ക്കും കുവൈറ്റിനും ഗോൾ രഹിത സമനില. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രിയുടെ വിരമിക്കൽ മത്സരം കൂടിയായിരുന്നു ഇന്നലെ നടന്നത്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ അട്ടിമറിച്ച് അമേരിക്ക. ഇന്നലെ ഡാലസിൽ നടന്ന മത്സരത്തിന്റെ സൂപ്പർ ഓവറിൽ ആതിഥേയരായ അമേരിക്ക പാകിസ്ഥാനെ 5 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഇന്ന് രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലന്റ് നമീബിയയെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന ബിജെപി നേതാക്കളും എൻഡിഎ സഖ്യകക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ യോഗം കൈക്കൊള്ളും. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ തുടർച്ചയായി 8ാം തവണയും മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.5% തുടരും. കർണാടക ബിജെപി നൽകിയ മാനനഷ്ടക്കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. സംസ്ഥാന സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പുറത്തിറക്കും.
സുരക്ഷിത ഭക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.